ാണ് AP ഉസ്താദിനെ വളരെ ചുരുക്കി പറയുന്നു. 2-3 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ. ഉസ്താദിന് അള്ളാഹു കൊടുത്ത സ്ഥാനവും ഫضലും, അള്ളാഹു ഉസ്താദിന് കൊടുത്ത സ്ഥാനവും ഫضലും, ഒന്ന് സ്വാലിഹീങ്ങളുമായി ഔലിയാക്കളുമായുള്ള ബന്ധം, അവരുമായുള്ള അടുപ്പം. ആ അടുപ്പം കൊണ്ടാണ് എന്തൊക്കെ പറയുന്നവർ പറഞ്ഞിട്ടും എഴുതുന്നവർ എഴുതിയിട്ടും ഉസ്താദിന്റെ ഉയർച്ച അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. കാരണം അള്ള കൊടുത്ത സ്ഥാനത്തിന് ആരെ കൊണ്ടും താഴ്ത്താൻ കഴിയില്ലല്ലോ, താഴ്ത്തിയവനെ പൊന്തിക്കാനും നമ്മെ കൊണ്ട് കഴിയില്ലല്ലോ. ഉസ്താദിന് ഏറ്റവും കൂടുതലായി ആ കാലഘട്ടത്തിലുള്ള ഏതൊക്കെ ഔലിയാക്കളുണ്ടോ സ്വാലിഹീങ്ങളുണ്ടോ അവരുമായി ബന്ധപ്പെടും, അവർ പൊരുത്തവുമായി നീങ്ങും. ഇപ്പൊ മർക്കസിന്റെ സമ്മേളനം ഡിസംബർ 18, 19, 20, 21 വ്യാഴം വെള്ളി ശനി ഞായർ തീയതികളിൽ നടക്കുകയാണ്. അതിന്റെ ആ സ്ഥാപനത്തിന് അള്ള വലിയ പുരോഗതി കൊടുത്തു. അതിന്റെ കാരണം എന്താണ്? സ്ഥാപനം തുടങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് മടവൂർ ശൈഖ് തങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോഴിക്കോട് പോയിട്ട് പറഞ്ഞു, ഓ മടവൂർ തങ്ങളെ, ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നു, മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നു, ഒരു സ്ഥലം വേണം. അപ്പോഴാണ് മുകളിലേക്ക് നോക്കുന്നത്. മടവൂർ ശൈഖ് ചില്ലറ ആളല്ല. നാട്ടിലൂടെ നടന്നു പോകുമ്പോ ഹറാമ് കണ്ടപ്പോ ഇനി ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് തലയിൽ മണ്ണ് വാരിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഇബാദത്ത് ചെയ്ത മഹാനാണ്. അള്ളാഹുവിലേക്ക് കരഞ്ഞിട്ട് കുടുംബവും മുഴുവനും ത്വലാഖ് ചൊല്ലിയ മഹാനാണ്. ആ മടവൂർ ശൈഖ് തങ്ങളെ മുന്നിലേക്ക് പോയപ്പോ അവിടെന്ന് പറഞ്ഞു, ഓ AP മൊയ്ലാരെ, ചന്ദ്രൻ എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു മനുഷ്യനുണ്ട്, അയാൾക്ക് അവിടെ ഒരു തെങ്ങുള്ള ഒരു ഭൂമിയുണ്ട്, ആ സെൻസിന് 270 രൂപ അല്ലെങ്കിൽ 300 രൂപയാണ്, നീ അതിനെ കച്ചവടമാക്കിയിട്ട് അവിടെ സ്ഥാപനമാക്കിക്കോ എന്നവിടെന്ന് പറഞ്ഞു. മടവൂർ ശൈഖ് പറഞ്ഞപ്പോ AP ഉസ്താദും കൂടെയുള്ള നേതാക്കളും വന്നു. ചന്ദ്രനിൽ നിന്ന് സ്ഥലം വാങ്ങി, ആ സ്ഥലത്തല്ലേ ഇന്ന് മർക്കസ് ഉള്ളത്. കാരണം ഉസ്താദ് അവர்கள் എപ്പോഴും മടവൂർ ശൈഖുമായി എല്ലാ വിഷയത്തിലും ബന്ധപ്പെട്ടിരുന്നു. അവസാനമായി ഞാനൊന്ന് പറയട്ടെ, ഞാനൊരു കേട്ട വിഷയമൊന്ന് പറയട്ടെ. അവസാനം ഉസ്താദ് അവர்கள் എല്ലാ വിഷയത്തിലും മടവൂർ ശൈഖുമായി ബന്ധപ്പെടും. ഏത് ബേജാറ് വന്നപ്പോഴും ബന്ധപ്പെടും, ഗൾഫിൽ പോകുമ്പോഴും ബന്ധപ്പെടും, വരുമ്പോഴും ബന്ധപ്പെടും, നാട്ടിൽ യാത്ര ചെയ്യുമ്പോഴും ബന്ധപ്പെടും. ഒരു ദിവസം വൈകുന്നേരം പോയി, ഞാനിത് പറഞ്ഞു മാത്രം നിർത്തുകയാണ്. ഒരു ദിവസം വൈകുന്നേരം പോയപ്പോ അവിടുന്ന് കാവല് നിൽക്കുന്ന ഒരാളുണ്ട്, മൂപ്പൻ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ കോഴിക്കോട് ശൈഖ് പള്ളിന്റെ മുന്നിലാണ് ബഹുമാനപ്പെട്ടവരെ താമസം, മടവൂർ ശൈഖ് തങ്ങളെ താമസം. അവിടെ നിന്ന് പോയിട്ട് AP ഉസ്താദ് പറഞ്ഞു, എനിക്കൊന്ന് കാണണമല്ലോ മടവൂർ ശൈഖിനെ, എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അപ്പം മൂപ്പന് പറഞ്ഞു, ഉസ്താദ് കഴിയില്ല, സുഖല്ല, വളരെ ബുദ്ധിമുട്ടിലാണ്, കഴിയില്ല, ആഫിയത്ത് പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണാതെ ഞാൻ പോവേല, കുറച്ചു നേരം നിൽക്കേണ്ടി വരും. ഉസ്താദ് അവരുകളെ പറഞ്ഞു, മടവൂർ ശൈഖിനെ കാണാൻ ഞാൻ ഈ രാത്രി മുഴുവനും ഒറ്റക്കാലിൽ നിന്നോളാം, കാണാതെ ഞാൻ മടങ്ങില്ല. കാരണം എന്റെ വിജയത്തിന്റെ മുഴുവൻ പുരോഗതിയുമുള്ളത് എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലെന്നോവാർ അവരാണല്ലോ എന്ന രീതിയിൽ നിൽക്കുന്നു. കുറച്ചു കഴിയുമ്പോ വാതിൽ തുറക്കുന്നു. ഉസ്താദ് പറഞ്ഞു, മെല്ലെ പോയി, മുണ്ടുന്നില്ല, ഒരേ നോട്ടമാണ് കിടത്തത്തിൽ. മെല്ലെ പോയിട്ട് പറഞ്ഞു, മടവൂർ ശൈഖ് തങ്ങളെ, ഞാൻ നാളെ ഒരു യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതെന്റെ കോഴിക്കോട് നിന്ന് മദ്രാസിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റാണ്. ഇത് നാളെയോ മറ്റന്നാളോ അവിടുന്ന് ദുബൈയിലേക്കുള്ള ടിക്കറ്റാണ്. സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നവംബർ 2 12 മണിയാവും ഉപ്പനങ്ങാടിയിൽ വരുന്ന ഉസ്താദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் മടവൂർ ശൈഖ് തങ്ങളോട് പറഞ്ഞു, എനിക്കൊന്ന് യാത്ര ചെയ്യണം, ഞാൻ ഗൾഫിന്റെ 2ാമത്തെയോ 3ാമത്തെ യാത്രയാണ്, ഒന്ന് ഊതിത്തരണമെന്ന് പറയുമ്പോ മിണ്ടുന്നില്ല. കുറച്ചു കഴിയുമ്പോ മൂപ്പര് പറഞ്ഞു, പോണ്ട, ഒറ്റ വാക്ക് പോണ്ട, 2 അക്ഷരം. ആകെ ബേജാറായി. സമ്മതം കേൾക്കാൻ പോയതല്ല, ഒന്ന് ഊതിക്കാൻ പോയതാണ്. മെല്ലെ കുറച്ചു നേരം നിന്നു, മടങ്ങി. മർക്കസിന്റെ കമ്മിറ്റി ഭാരവാഹികൾ കൂടി കുറെ ആൾ പറഞ്ഞു, പോവാതെങ്ങനെ? ഉസ്താദ് പറഞ്ഞു, ഇനി ആകാശം തന്നെ തട്ടിമറിഞ്ഞെങ്കിൽ ഞാൻ പോവേല. മടവൂർ ശൈഖ് തങ്ങളെ വാക്കുകൊണ്ട് അങ്ങനെ പറഞ്ഞിനി, പോണ്ടാന്ന്.
അങ്ങനെ അതിന്റെ പിറ്റന്നാള് രാവിലെ വിവരം കിട്ടുന്നു, ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി വഫാത്തായി. ആ ശവ്വാൽ മാസം വഫാത്തായി വിവരം കിട്ടുന്നു. ഉസ്താദ് നേരെ വണ്ടി പിടിച്ചിട്ട് മൂപ്പന്റെ വീട്ടിലേക്ക് പോയി. മൂപ്പൻ അവിടെ കണ്ടപ്പോ കോത്ത് പിടിച്ചിട്ട് അവിടെയുള്ള ഒരാളോ അല്ലെങ്കിൽ മൂപ്പനോ കോത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഉസ്താദേ, ഇന്നലെ രാത്രി ഒരു സംസാരിച്ചു, പലതും സംസാരിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഒരു സംസാരം, AP മൗലാനി ദുബൈ പോയാന്ന് ചോദിച്ച്. ഞങ്ങൾ പറഞ്ഞ് അറിയില്ല. അപ്പം പറഞ്ഞ് അയാളെ എനിക്ക് ആവശ്യമുണ്ട്, എന്റെ ജനാസ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് AP അബൂബക്കർ മുസ്ലിയാരാണ്, എന്നെ കഫൻ ചെയ്യേണ്ടത് AP അബൂബക്കർ മുസ്ലിയാരാണ്, എന്നെ ഖബറിലേക്ക് താഴ്ത്തേണ്ടത് സുൽത്താനുൽ ഉലമാ AP ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മടവൂരി അവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് കരഞ്ഞുപോയി. അന്ന് ആംബുലൻസിൽ കോഴിക്കോട് നിന്ന് മടവൂരിലേക്ക് ആ ജനാസന്റെ കൂടെ AP ഉസ്താദ് ഉണ്ടായിട്ടില്ലേ, കുളിപ്പിക്കാനുണ്ടായിട്ടില്ലേ, കഫൻ ചെയ്യാനുണ്ടായിട്ടില്ലേ? പ്രായമുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. മടവൂർ ശൈഖിന് വേണ്ട ആള് എനിക്ക് വേണ്ടേ, നമുക്ക് വേണ്ടേ? മടവൂർ ശൈഖിന് ആവശ്യമുള്ളവരെ നമുക്ക് ആവശ്യമില്ലേ? ആവശ്യമുണ്ടെങ്കിൽ 25-ന് ഇൻഷാ അല്ലാഹ് കർണാടക യാത്ര ഗുൽബർഗയിൽ നിന്ന് ഹാജ ബന്ദേ നവാസ് മഖബറ സിയാറത്തോടുകൂടെ ആരംഭിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് ഒക്ടോബർ നവംബർ 2 താരീഖിന് 12 മണിക്ക് ഉപ്പിനങ്ങാടിയിലെത്തുമ്പോ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി വിശിഷ്യ SSFന്റെ പ്രവർത്തകർ അതിന്റെ എല്ലാ പ്രവർത്തകരുമായി ഉണ്ടാകണം. അങ്ങനെ അന്ന് നടക്കുന്ന ഇന്റർനാഷണൽ സമ്മേളനം അത് സാധാ സമ്മേളനമല്ല. ഇന്റർനാഷണൽ സമ്മേളനത്തിനേക്കാൾ അപ്പുറമുള്ള ആ സമ്മേളനം നമ്മളെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിക്കാൻ കഴിയുന്നു. അങ്ങനെ വിജയിപ്പിച്ചാൽ ഞാനാരുമല്ല, നമ്മളാരുമല്ല, എന്റെ മുരീദുകൾ നല്ലവരില്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മടവൂർ ശൈഖ് നല്ലവരാണ്, വടകര തങ്ങൾ നല്ലവരാണ്, AP ഉസ്താദ് നല്ലവരാണ്, താജുൽ ഉലമ ഉസ്താദ് നല്ലവരാണ്. ആ നല്ലവർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരു ചാണകയുള്ള സൂര്യന് വിയർപ്പിൽ മുങ്ങിയിട്ട് മനുഷ്യൻ വല്ലാതെ നെട്ടോട്ടമോടുമ്പോ പാമ്പുകളും തേളുകളും തീകട്ടുകളും കരലുകളും വരുന്ന നരകം മുന്നിൽ കാണുമ്പോ ഞാൻ നല്ലവനല്ലെങ്കിൽ ഞാൻ നല്ലവരോട് കൂടെ നിന്ന കാരണം കൊണ്ട്, ഞാൻ AP ഉസ്താദിന്റെ പിന്നിൽ നിന്ന കാരണം കൊണ്ട്, ഞാൻ താജുൽ ഉലമയെ മഹബത്ത് വെച്ച കാരണം കൊണ്ട് അവരെ നമ്മെ കൈപിടിച്ചാൽ, അവരെ നമുക്ക് ശുപാർശ നൽകിയാൽ നമുക്കത് മതി. അല്ലാഹു അവരോടുകൂടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.